ഈ സമരം വിജയിക്കുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന വാക്ക് അക്ഷരാർത്ഥത്തിൽ പാലിച്ചാണ് ഈ സമരം വിജയിച്ച ദിവസം ഒന്നാം ദിവസം പറഞ്ഞ് വാക്ക് പാലിച്ചാണ്. അതിനിടയിൽ എത്രയോ ദിവസങ്ങളിൽ പകലും രാത്രിയും നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട ഘട്ടത്തിലെല്ലാം തന്നെ കേരളത്തിന്റെ സമര ചരിത്രത്തിൽ ഇടം നേടിയ ഈ സമരത്തിൽ പങ്കെടുക്കാൻ ഞാൻ എത്തിയിട്ടുണ്ട്. പല കാര്യങ്ങൾ കൊണ്ട് ഇത്ര ദീർഘകാലം ഈ സമരത്തെ ഒരു ഭരണകൂടത്തിന്റെ എല്ലാ തരത്തിലുള്ള അധികാരത്തിന്റെ മുഷ്കിലെയും അതിജീവിച്ച് നിലനിർത്തിക്കൊണ്ട് പോവുക എന്നത് തന്നെ വലിയ കാര്യമാണ്. അത് നിങ്ങൾ ചെയ്തു. അതിന് ഞാൻ ഈ സമരസമിതിയെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. കേരളത്തിലെ ആശാ വർക്കർമാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കേരളത്തിന്റെ മാത്രമല്ല ദേശീയ അന്തർദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഈ സമരം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. മസ്തിഷ്കം പണയപ്പെടുത്തിയിട്ടില്ലാത്ത ഈ രാജ്യത്തെ എഴുത്തുകാരും ബുദ്ധിജീവികളും ചലച്ചിത്ര പ്രവർത്തകരും അടങ്ങുന്ന വലിയ സമൂഹം പല ഘട്ടങ്ങളിൽ ഈ സമരത്തിന് ഒരു ദേശീയ ശ്രദ്ധ ലഭിക്കുന്നതിന് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ഇന്ത്യയുടെ പാർലമെന്റിൽ നമ്മുടെ പ്രിയപ്പെട്ട എംപിമാർ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ ആശാ സമരത്തെ പാർലമെന്റിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന ആളുകൾ പല രൂപത്തിൽ ഇതിന് നേതൃത്വത്തിലുള്ള ആളുകളെ അപമാനിക്കാനും അധിക്ഷേപിക്കാനുമെല്ലാം പരിശ്രമിച്ചു. പാട്ട പെറുക്കികളാണ്, പാട്ട കുലുക്കികളാണ് ഇവിടെ സമരം നടത്തുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞ് വളരെ ഉത്തരവാദിത്തപ്പെട്ട മുൻപ് മന്ത്രിമാരൊക്കെയായി ഇവിടെ ഇരുന്ന ആളുകളൊക്കെ തന്നെ ഈ സമരത്തെ വിശേഷിപ്പിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. വലിയ സൈബർ അറ്റാക്കാണ് നമ്മുടെ മിനിയെ, ബിന്ദുവും മറ്റു സഹപ്രവർത്തകരുമെല്ലാം നേരിടേണ്ടി വന്നത് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയതിന്റെ പേരിൽ. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ സമരം ഇന്ന് ഇതിന്റെ ഒരു ഘട്ടം സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരം മാത്രമാണ് നിങ്ങൾ പിൻവലിക്കുന്നത്. 71,000 രൂപ എന്ന ആവശ്യം അംഗീകരിക്കുന്ന ഒരു ദിവസം വരും, ഒരു സംശയമില്ല. മിനിമം വേതനം അത് ലഭിക്കുന്നത് വരെ ഈ സമരം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. 1000 രൂപ ഈ സമരം അവസാനിപ്പിക്കാതെ 1 രൂപ വർദ്ധിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ആളുകൾക്ക് ഈ സമരം നിൽക്കുമ്പോൾ തന്നെ ഈ സമരത്തിന്റെ വിജയമായി 1000 രൂപ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും നിർബന്ധിതരായി എന്നുള്ളത് ഇത്തരം സമരങ്ങളുടെ വിജയമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞ അവസാനം, ഇന്നൊരു വലിയ തട്ടിപ്പ് കേരളത്തിൽ നടക്കുന്ന ദിവസം കൂടിയാണ്. എനിക്ക് മമ്മൂട്ടിയോടും മോഹൻലാലിനോടും ഒരു അഭ്യർത്ഥനയുണ്ട്. ഞാൻ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമകൾ റിലീസായാൽ ആദ്യ ദിവസം കാണുന്നയാളാണ്. പറ്റുമെങ്കിൽ ആദ്യത്തെ ഷോ പോയി കാണുന്നയാളാണ്. തുടരുവാണെങ്കിലും ഭ്രമയുഗമാണെങ്കിലും ഒക്കെ ഞാൻ മമ്മൂട്ടിയോടും മോഹൻലാലിനോടും അഭ്യർത്ഥിക്കുന്നു, കേരളത്തിലെ പാവങ്ങളെ ഈ സർക്കാർ വഞ്ചിക്കുന്ന ഈ തട്ടിപ്പിൽ നിങ്ങൾ കൂട്ടുനിൽക്കരുത്. അതവർക്ക് വേദനയുണ്ടാക്കും. 5,95,000 പേര് അതിദരിദ്രരുണ്ട് എന്ന് മന്ത്രി കഴിഞ്ഞ മാസം നിയമസഭയിൽ മറുപടി നൽകി. ഒരു മാസം കൊണ്ട് ഈ 5 ലക്ഷം ആളുകൾ സമ്പന്നരായത് എങ്ങനെയാണ്? ആ മഹാത്ഭുതം എങ്ങനെ നടന്നുവെന്ന് അറിയില്ല. കമലഹാസന് ചിലപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല. മമ്മൂട്ടി മോഹൻലാൽ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളല്ലേ? തട്ടിപ്പാണ്, ശുദ്ധ തട്ടിപ്പാണ്. ഈ പാവങ്ങളെ ഇങ്ങനെ അപമാനിക്കുന്ന ഈ സർക്കാരിന്റെ ഈ തട്ടിപ്പിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത്.